ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ റിലയൻസിൻ്റെ വരാനിരിക്കുന്ന റിലയൻസ് ജിയോ നെക്സ്റ്റ് ഫോണിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. റിലയൻസ് ജിയോ, അതായത് മിസ്റ്റർ മുകേഷ് അംബാനി പറയുന്നതനുസരിച്ച്, അതായത് ലേറ്റസ്റ്റ് വന്ന റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് 6 months, അതായത് സെപ്റ്റംബർ 10 ലോഞ്ച്. സോ ലോഞ്ച് അടുത്താണ്. സോ ഫസ്റ്റ് 6 months റിലയൻസ് ജിയോ ഈ ഒരു ഫോണിൻ്റെ 50 million, അതായത് 5 കോടി യൂണിറ്റ്സ് വിൽക്കും എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് ബേസിക്കലി ടാർഗറ്റ്. 5 കോടി നല്ല വലിയ ടാർഗറ്റാണ്. സോ അതിനുവേണ്ടി പഠിച്ച പണി 18 നോക്കുന്നുണ്ട് അവർ, എങ്ങനെ ഇത് സെയിൽ ചെയ്യണം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. റിലയൻസ് ജിയോ എന്ന കമ്പനി ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ള മിക്ക എല്ലാ ഫോൺസും ഫീച്ചർ ഫോൺസ് ആയിരുന്നു. പക്ഷേ റിലയൻസ് ജിയോ നെക്സ്റ്റ്, അതായത് നെക്സ്റ്റ് വരാൻ പോകുന്ന റിലയൻസ് ജിയോ ഫോൺ ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. അതിനോടൊപ്പം തന്നെ അതിൽ ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. ആൻഡ്രോയിഡിൻ്റെ ഗോ എഡിഷൻ ആയിരിക്കും മിക്കവാറും. ദാറ്റ്സ് ഓൾസോ ഗുഡ് ന്യൂസ്. പ്ലസ് ഒരു റിപ്പോർട്ട് കൂടെ വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് അനുസരിച്ച് വെറും 499 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു ജിയോ സ്മാർട്ട് ഫോൺ കൈക്കലാക്കാൻ പറ്റും. സോ ഇത് റിയൽ ന്യൂസ് ആണോ, ഫേക്ക് ആണോ, സ്കാം ആണോ, അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അടുത്ത വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. റിലയൻസ് ജിയോ നെക്സ്റ്റ് എന്ന ഫോൺ ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും, ഫീച്ചർ ഫോൺ അല്ല. സ്റ്റിൽ 6.7 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ പ്രതീക്ഷിക്കരുത്. ചെറിയ ഡിസ്പ്ലേ ആയിരിക്കും. 5.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ആസ് പെർ റിപ്പോർട്ട്. 5.5 ഇഞ്ചിൻ്റെ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നൊരു ഡിസ്പ്ലേ ആയിരിക്കും. TFT ആണോ LCD ആണോ എന്നറിയില്ല. HD+ റെസൊല്യൂഷൻ ഓക്കെയാണ്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ അതേ കിട്ടുള്ളൂ. പക്ഷേ ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് അത് നമുക്കിപ്പം പറയാൻ കഴിയില്ല. അത് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതായത് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ട്, നല്ല വ്യൂയിങ് ആംഗിൾസ് ഉണ്ടോ എനിക്കറിയാം. ഞാൻ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇവർ പറയുന്ന പ്രൈസിലേക്ക് നമുക്ക് വരാം. പ്രൈസ് അനുസരിച്ച് ഒരു ഡീസൻറ്റ് ഒരു ഡിസ്പ്ലേ കിട്ടുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. ഈ ഫോണിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 215 ചിപ്സെറ്റും വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ വർഷം വന്ന നോക്കിയൻ്റെ 1.3 ഉണ്ടല്ലോ, നോക്കിയ 1.3 വളരെ ബേസിക് ഒരു ഫോൺ ഉണ്ടായിരുന്നു, നോക്കിയ 1.3. അതിൽ വന്നൊരു ചിപ്സെറ്റാണ് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 215. എൻട്രി ലെവൽ ബേസിക് ഫോൺസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ചിപ്സെറ്റാണ് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 215. ഇതൊരു 4G ചിപ്സെറ്റാണ്. അതുകൊണ്ട് തന്നെ റിലയൻസ് ജിയോ നെക്സ്റ്റ് ഒരു 4G ഫോൺ ആയിരിക്കും, 5G അല്ല. കാരണം കുറേ റൂമേഴ്സ് വരുന്നുണ്ടായിരുന്നു, റിലയൻസ് ഏറ്റവും വില കുറഞ്ഞ 5G ഫോൺ കൊണ്ട് വരാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ റിപ്പോർട്ട്സും ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതുവരെ ആ 5G ഫോണിനെ കുറിച്ച് ഒരു വിവരമില്ല. ഇതൊരു 4G ഫോൺ ആയിരിക്കും, ദാറ്റ്സ് ഫോർ ഷ്യൂർ. അതുമാത്രമല്ല, ഒരുപാട് ബ്രാൻഡുകൾ 5G എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈയിടെയാണ് റിലയൻസ് ജിയോ ഏകദേശം 21,000 കോടി രൂപ ചിലവാക്കിയിട്ട് 4G സ്പെക്ട്രംസ് വാങ്ങിയത്. അതായത് അവരുടെ 4G നെറ്റ്വർക്ക് അവർ ഇനിയും സ്ട്രോങ് ആക്കാൻ നോക്കുകയാണ്, ബാൻഡ്വിഡ്ത്ത് ഒക്കെ കൂട്ടാൻ നോക്കുന്നുണ്ട് തീർച്ചയായിട്ടും. കാരണം 5G വരും, അതെന്തായാലും വരും. പക്ഷേ ഇപ്പം 4G നെറ്റ്വർക്ക് സ്ട്രോങ് ആക്കിയാൽ കുറച്ചും കൂടി കസ്റ്റമർ ബേസ് അവർക്ക് കയറ്റാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞില്ല, 5 കോടി ഈ സംഭവം റിലയൻസ് ജിയോ നെക്സ്റ്റ് ഫോൺസ് വിൽക്കാൻ പ്ലാൻ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അവരെന്തായാലും 4G സ്പെക്ട്രം കൂട്ടുന്നുണ്ട്. ഇപ്പോൾ മിക്ക എല്ലാ ബ്രാൻഡുകളും ഒരു നോർമൽ വെർഷൻ പിന്നെ ഒരു പ്രോ വെർഷൻ കാണും, ഏത് ഫോൺ സീരീസ് ആണെങ്കിലും. അതേ രീതിയിൽ ഈ ഫോണിനും 2 വെർഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്, റിലയൻസ് ജിയോ നെക്സ്റ്റ് ആൻഡ് റിലയൻസ് ജിയോ നെക്സ്റ്റ് പ്രോ അല്ലെങ്കിൽ അഡ്വാൻസ്. മെയിൻ വ്യത്യാസം സ്റ്റോറേജും റാമിലാണ്. സോ വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് നോർമൽ വനീല വേരിയൻറ്റിൽ, അതായത് റിലയൻസ് ജിയോ നെക്സ്റ്റിൽ 2GB റാം ആൻഡ് 16GB സ്റ്റോറേജ് ആയിരിക്കും. റിലയൻസ് ജിയോ നെക്സ്റ്റ് പ്രോ അല്ലെങ്കിൽ അഡ്വാൻസിൽ 3GB റാം 32GB സ്റ്റോറേജ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. eMMC 4.5 സ്റ്റോറേജ് ആണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ ബ്ലൂടൂത്ത് 4.3 സപ്പോർട്ടും ഉണ്ടാവും. പിന്നെ ഗൂഗിൾ ആൻഡ്രോയിഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണായിരിക്കും. ഗൂഗിൾ ആൻഡ്രോയിഡ് 11 ലേറ്റസ്റ്റ് ആയ ഗൂഗിൾ ആൻഡ്രോയിഡ് 11 ഒരു ഗോ വെർഷൻ ആയിരിക്കും ഈ ഫോണിൽ വരാൻ പോകുന്നത്. ഗോ വെർഷൻ എന്ന് പറയുമ്പോൾ സെയിം ഗൂഗിൾ ആൻഡ്രോയിഡിൻ്റെ ഒരു ബേസിക് വെർഷനാണ്. കാരണം ഈ ഒരു സ്പെസിഫിക്കേഷൻ വെച്ച് എന്തായാലും നോർമൽ ഗൂഗിൾ ആൻഡ്രോയിഡ് അവർക്ക് ഇതിൽ ലോഡ് ചെയ്യാൻ പറ്റില്ല. സോ ആ ഫോൺസിന് വേണ്ടി, സോ ഇതുപോലത്തെ എൻട്രി ലെവൽ ഫോൺസിന് വേണ്ടിയുള്ള ഒരു ഗൂഗിൾ വെർഷനാണ് ഗൂഗിൾ ആൻഡ്രോയിഡ് ഗോ. ഈ ഫോണിൻ്റെ ബാക്കിൽ 13 മെഗാപിക്സലിൻ്റെ റിയർ ക്യാമറ ഉണ്ടാവും. ഫ്രണ്ടിൽ 5 അല്ലെങ്കിൽ 8 സെൽഫി ക്യാമറ ആയിരിക്കും. ബാക്കിൽ സ്പീക്കറിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. താഴെ അല്ലെങ്കിൽ മുകളിൽ ഹെഡ്ഫോൺ ജാക്ക് മിക്കവാറും കാണും. നെക്സ്റ്റ് നമുക്ക് ഈ ഫോണിൻ്റെ പ്രൈസിങ് നോക്കാം. സോ ഞാൻ ഇൻട്രോയിൽ മെൻഷൻ ചെയ്തതുപോലെ റിലയൻസിൻ്റെ ഒരു പ്ലാനാണ് 5 കോടി യൂണിറ്റ്സ് വെക്കുക എന്നാണ് അവരുടെ പ്ലാൻ. ഈ 5 കോടി യൂണിറ്റ്സ് വെറ്റ് ഏകദേശം 10,000 കോടി രൂപ ഉണ്ടാക്കാനുള്ള പ്ലാൻ കൂടി അവർക്കുണ്ട്. ഓക്കെ, സോ എന്ത് ചെയ്തിട്ടും അവരിത് വിൽക്കും, അതാണ് ബേസിക്കലി പ്ലാൻ. സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കംപ്ലീറ്റ് പൈസ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ട് ഫോൺ മേടിക്കാം. അതിനുള്ള ഒരു സാമ്പത്തിക അവസ്ഥ ഇല്ല എങ്കിൽ, കാരണം ഇപ്പം ബേസിക്കലി ജിയോ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് എന്ന് പറയാൻ നമ്മുടെ പോലത്തെ ഓഡിയൻസ് ഇല്ല. പക്ഷേ അതിന് പകരം ഫീച്ചർ ഫോൺസ് ഒരുപാട് ഗ്രാമങ്ങളിൽ ഇപ്പോഴും ആളുകൾ ഫീച്ചർ ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഇപ്പോഴും 2G 3G
യൂസ് ചെയ്യുന്ന ഫോൺ യൂസേഴ്സും ഉണ്ട്. അവരെ 4Gയിലേക്ക് കൊണ്ടുവരാനുള്ള പ്ലാൻ കൂടിയുണ്ട് റിലയൻസ് ജിയോന്. കാരണം ഇതൊരു 4G ഫോൺ ആയതുകൊണ്ടാണ്. ബേസിക് ലെവൽ 4G ഫോണാണ്. ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് റിലയൻസ് ജിയോ നെക്സ്റ്റ് ഉണ്ടല്ലോ, ബേസ് വേരിയൻറ്റ്, അതിൻ്റെ പ്രൈസ് ആയിരിക്കും 5000 രൂപ. അല്ലെങ്കിൽ ബേസിക്കലി 4999 ആയിരിക്കും. പിന്നെ റിലയൻസ് ജിയോ നെക്സ്റ്റ് അഡ്വാൻസിൻ്റെ പ്രൈസാണ് 6999 അല്ലെങ്കിൽ 7000 റുപ്പീസ്. സോ ഒന്നെങ്കിൽ ഈ ഒരു പ്രൈസ് കൊടുത്ത് നിങ്ങൾക്കത് ഫസ്റ്റ് ഹാൻഡ് തന്നെ വാങ്ങാം. ഫസ്റ്റ് ഹാൻഡ് എന്ന് പറയുമ്പം ഡയറക്റ്റ്ലി വാങ്ങാം. അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഒരു സ്കീമും റിലയൻസ് കൊണ്ടുവരും, തീർച്ചയായിട്ടും കൊണ്ടുവരും. കാരണം എങ്ങനെയെങ്കിലും ഈ ഫോൺ വിൽക്കണം, അതാണ് ബേസിക് മെയിൻ ടാർഗറ്റ്. ഇൻസ്റ്റാൾമെൻറ്റിൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ 10%, അതായത് മെയിൻ പ്രൈസിൻ്റെ 10% കൊടുത്താൽ മതി. സോ 4999 അല്ലെങ്കിൽ 6999 റുപ്പീസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ സ്വന്തമാക്കാം. ഈ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് പരിപാടി നോ കോസ്റ്റ് ആണോ അതോ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ? അതായത് EMI ഉണ്ടെങ്കിൽ നോർമലി നോ കോസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള EMI ആയിരിക്കും. സോ എങ്ങനത്തെ പരിപാടിയാണ് അതറിയില്ല, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ റിലയൻസ് ജിയോ ഒരുപാട് ബാങ്ക്സും പിന്നെ ഒരുപാട് ഫിനാൻഷ്യൽ കമ്പനികളുമായിട്ട് ലിങ്കപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു EMI സ്കീം അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് സ്കീം പോസിബിൾ ആക്കാൻ വേണ്ടി അവർ ഒരുപാട് നെറ്റ്വർക്കൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ പ്രൈസിനെ കുറിച്ച് മറ്റൊരു ലീക്കും വരുന്നുണ്ട്. ആ ലീക്ക് അനുസരിച്ച് മിക്കവാറും 3499, അതായത് 3500 രൂപ ആയിരിക്കും ഈ ഫോണിൻ്റെ പ്രൈസ് എന്നും പറയുന്നുണ്ട്. നമുക്കറിയില്ല. സോ ഈ ഒരു ഒഫീഷ്യൽ പ്രൈസ് നമുക്ക് സെപ്റ്റംബർ 10 അറിയാൻ കഴിയുള്ളൂ. പക്ഷേ മിസ്റ്റർ അംബാനി പറഞ്ഞതനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ആയിരിക്കും റിലയൻസ് ജിയോ നെക്സ്റ്റ് എന്നവരൊരു വാക്ക് അവർ തന്നിട്ടുണ്ട്. സോ എന്തായാലും നല്ല അഗ്രസീവ് പ്രൈസിങ് ആയിരിക്കും, ദാറ്റ്സ് ഫോർ ഷുവർ. അതിനോടൊപ്പം തന്നെ റിലയൻസ് ജിയോൻ്റെ ഒരു ഫോൺ ആയതുകൊണ്ട് ഇതിൽ ജിയോ സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റൊരു ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമോ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ജിയോ കേട്ടോ. സോ നമുക്കെല്ലാവർക്കും അറിയാം ജിയോ ഫോണിൽ ജിയോ സിമ്മാണ് വരുന്നത്, ഇൻബിൽട്ട് ആയിട്ട് ജിയോ സിമ്മാണ് വരുന്നത്. അതേ രീതിയിൽ ഇവിടെയും ആ ഒരു ഫീച്ചർ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ കുറച്ചും കൂടി റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. റിലയൻസ് ജിയോ നെക്സ്റ്റ് ഫോൺ യൂസേഴ്സിന് വേണ്ടി എക്സ്ക്ലൂസീവ് ജിയോ റീചാർജ് ഓഫേഴ്സും ഉണ്ടാവും, ഡേറ്റ ഓഫേഴ്സും പിന്നെ ടോക്ക് ടൈം ഓഫേഴ്സൊക്കെ റിലയൻസിൻ്റെ സൈഡിൽ നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ 6999 അല്ലെങ്കിൽ 7000 പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ 2-3 ഫോൺസ് ഉണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ, അതായത് നോർമൽ നല്ല കമ്പനികളുടെ. സോ ഇൻഫിനിക്സ് സ്മാർട്ട് 5A ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് അതിൽ വരുന്നുണ്ട്. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ A20 ബേസിക് ചിപ്സെറ്റ് ഒക്കെയാണ് വരുന്നത്. വലിയൊരു ഡിസ്പ്ലേയും വരുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നത് റിലയൻസ് ജിയോ നെക്സ്റ്റിൻ്റെ ഒരു കുറവ് ഒരു പോരായ്മ എൻ്റെ ഡിസ്പ്ലേ ആയിരിക്കും. 5.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇനി 3500 ഒക്കെ ഇറങ്ങുകയാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ. പക്ഷേ 5000 7000 പ്രൈസ് കറക്റ്റ് ആണെങ്കിൽ ഡിസ്പ്ലേ കുറച്ചും കൂടി വലിയ ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും അല്ലേ. എന്തായാലും നമ്മുടെ ഇൻഫിനിക്സ് സ്മാർട്ട് 5Aയിൽ കുറച്ചും കൂടി ബെറ്റർ ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല വലിയ ബാറ്ററിയൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ റിയൽമിയുടെ 1-2 ഫോൺസ് ഉണ്ട്, റിയൽമി C11, C21, ഏകദേശം 7000 പ്രൈസ് കാറ്റഗറിയിൽ. സ്പെഷ്യലി ഓഫേഴ്സൊക്കെ വരുമ്പം കുറേ ഫോൺസ് 7000 താഴെ കിട്ടാറുണ്ട്. ലാവ എന്ന കമ്പനിയുടെ ലാവ Z2 എന്നൊരു ഫോൺ കൂടിയുണ്ട് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ. 6999 ആണ് ആ ഒരു ഫോണിൻ്റെ പ്രൈസ്. ലാവേൻ്റെ ആ ഒരു കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സീരീസ് ഉണ്ടായിരുന്നുണ്ട് ഈ വർഷം ഇറങ്ങിയ ലാവേൻ്റെ Z2. അതിൽ 2GB റാം 32GB സ്റ്റോറേജ് 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ, HD+ ഡിസ്പ്ലേ, 5000 mAh ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. ഹീലിയോ G35 ചിപ്സെറ്റ് ആണ്. ഈ പറഞ്ഞ ഫോൺസിലും ആൻഡ്രോയിഡിൻ്റെ ഗോ വെർഷൻ വരുന്നുണ്ട്, ആൻഡ്രോയിഡ് 11 ഗോ വെർഷനാണ് വരുന്നത്. സോ തീർച്ചയായിട്ടും ചെറിയ കോമ്പറ്റീഷനൊക്കെ ഉണ്ട്, പക്ഷേ റിലയൻസ് നല്ല പവർഫുൾ കമ്പനിയാണ്. സോ നല്ല മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും. സോ നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ ഒരു ഫോണിനെ കുറിച്ച് നിങ്ങൾ എക്സൈറ്റഡ് ആണോ അതോ ഇത് സ്കിപ്പ് ചെയ്യും, എന്താണ് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.